74,000 കോടി രൂപയാണ്. ആ 74,000 കോടി രൂപ എന്ന് പറയുന്നത് ഇന്ത്യയിൽ മൊത്തം വന്നതിൻ്റെ 17%. 4,25,000 കോടിയുടെ 17%. ഈ 74,000 കോടി കേരളത്തിൻ്റെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 37%. കേരളം നിലനിൽക്കുന്നത് നമ്മൾ അയക്കുന്ന പൈസ കൊണ്ടാണ്. ഇറ്റ് ഈസ് എൻ അലാമിങ് സിറ്റുവേഷൻ എന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. സർക്കാരുകൾ മാറി ചിന്തിക്കേണ്ട കാര്യം സമയം അതിക്രമിച്ചിരിക്കുന്നു. അങ്ങേപ്പോലെ ഊർജ്ജസ്വലരായിട്ടുള്ള MLA-മാർ, പരിമിതികൾ എനിക്കറിയാം, പ്രതിപക്ഷത്തിരുന്നും കൊണ്ട് ചെയ്യുന്നതല്ല, പക്ഷേ ആ പരിമിതികളെല്ലാം കൂടെ കടന്ന് അപ്പുറത്തേക്ക് പോയിക്കൊണ്ട് സർക്കാരിനെ കൊണ്ട് മറ്റുള്ള റവന്യൂ സോഴ്സസ് കണ്ടുപിടിക്കണം എന്നുള്ള ഒരു വിനീതമായ അഭ്യർത്ഥന ഞാൻ ഈ അവസരത്തിൽ അങ്ങയുടെ മുമ്പിൽ വയ്ക്കുകയാണ്. 2, 63,000 കോടി രൂപയാണ് ബാങ്കുകളിൽ കെട്ടിക്കിടക്കുന്നത് പ്രവാസികളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ആയിട്ട്. ഈ 63,000 കോടി ഒരു 3-4 വർഷത്തെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 15% തൊട്ടാണ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 45, 48, 50, ഇപ്പോൾ 63 വന്നിരിക്കുകയാണ്. ഈ 63,000 കോടി ക്രിയാത്മകമായിട്ട് കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടുന്ന എന്തെങ്കിലും പ്രവൃത്തികൾ സർക്കാർ ഇനിഷ്യേറ്റ് ചെയ്യണം. ഇവിടെ ഗൾഫിൽ സാമ്പത്തിക മേഖല വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് പല പ്രപ്പോസൽസും കൊടുത്തിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട്സ് ഉണ്ടാക്കി കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസനപ്പെടുത്താൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പോഴും കോൾഡ് സ്റ്റോറേജിൽ ഇരിക്കുകയാണ്. ഇതിനെല്ലാം ഒരു ചേഞ്ച് ഉണ്ടാവണമെന്ന് ഞാൻ അങ്ങയോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇത് കേരള ജനത ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങയുടെ പ്രവർത്തനങ്ങൾക്കും അങ്ങയുടെ ഊർജ്ജസ്വലതയ്ക്കും നിയമസഭയിൽ അങ്ങ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതേ രീതിയിൽ അതേ അഗ്രസീവ്നെസ്സോടുകൂടി അങ്ങയുടെ പ്രവർത്തനം മുമ്പോട്ട് പോട്ടെ എന്നുകൂടി ആഗ്രഹിച്ചുകൊണ്ട് നവയുഗത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നിരവധി പേരെ ഞങ്ങൾ അനുമോദന പ്രസംഗത്തിന് ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് സമയത്തിൻ്റെ ദൗർലഭ്യം, അതുകൊണ്ട് നവയുഗത്തിൻ്റെ മൊത്തത്തിലുള്ള അനുമോദനവും അഭിനന്ദനവും അറിയിക്കുവാൻ വേണ്ടി എല്ലാ മേഖലകളുടെയും യൂണിറ്റുകളുടെയും മറ്റു കുടുംബവേദി, വനിതാവേദി, മറ്റു പ്രാദേശിക സംഘടനകളുടെ എല്ലാം തന്നെ അനുമോദനം അഭിനന്ദനവും അറിയിക്കുവാൻ വേണ്ടി നവയുഗത്തിൻ്റെ കേന്ദ്ര കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉണ്ണിച്ചേട്ടൻ 2 വാക്കുകൾ സംസാരിക്കും. ബഹുമാന്യരെ, ആദരണീയനായ അധ്യക്ഷൻ സഖാവ് വാഹിദ്, പിന്നെ നമുക്കേവർക്കും ആവേശമായി നാട്ടിൽ നിന്ന് വന്ന നമ്മുടെ സ്വന്തം സഖാവ് VS സുനിൽകുമാർ, വിശിഷ്ട വ്യക്തിത്വങ്ങൾ, മൊത്തത്തിൽ എല്ലാ പ്രവാസി കൂടപ്പിറവുകൾക്കും നവയുഗം സാംസ്കാരിക വേദി ഒരു ദശാബ്ദം ആകാൻ പോകുന്ന സമയത്ത് ഒരുപക്ഷെ എല്ലാ തലങ്ങളിലും നവയുഗം സാംസ്കാരിക വേദിയുടെ വേരുകൾ ഇതുവരെയും ഉണ്ടായിരുന്നു. പക്ഷേ പ്രത്യേക ശ്രദ്ധ ആകർഷിക്കത്തക്ക രീതിയിൽ ജീവകാരുണ്യത്തിനും നിയമസഹായങ്ങൾക്കും മറ്റ് സഹജീവികളോടുള്ള സഹാനുഭൂതികൾക്കും അപ്പുറം ജീവിതത്തിൻ്റെ മറ്റു തുറകളിലേക്ക് പരമപ്രധാനമായി സാംസ്കാരിക രംഗത്തേക്ക് കൂടുതൽ ശ്രദ്ധയാകർഷിച്ച ഒരു പരിപാടിയായ സർഗപ്രവാസം കോബാർ മേഖല വളരെ ഗംഭീരമായി നടത്തിക്കൊണ്ടുപോകുന്ന ഈ അവസരത്തിൽ വളരെ കൂടുതൽ ഞാൻ പറയുന്നില്ല. ഈ പരിപാടിക്ക് വന്ന നിങ്ങൾക്ക് ഏവർക്കും ഇതിൽ അവാർഡ് വാങ്ങിയ 6 സാഹിത്യ പുരസ്കാരങ്ങൾക്ക് അവാർഡ് വാങ്ങിയവരും, പ്രത്യേകിച്ച് ജീവകാരുണ്യ മേഖലയിലെ വ്യത്യസ്തമായ 2 വ്യക്തിത്വങ്ങൾക്കും നവയുഗത്തിൻ്റെ പേരിലും നമുക്ക് ഇവിടെയുള്ള എത്തിയിട്ടുള്ള എല്ലാവരുടെയും പേരിൽ അനുമോദനം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെൻ്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ. ഒരറിയിപ്പുണ്ട്. ഇടയ്ക്കിപ്പോൾ ശ്രീ സാജിദ് ആറാട്ടുപുഴ പ്രതിപാദിച്ചു പോയ നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ രാജേഷ് അവർകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു കാല് മുറിച്ചു മാറ്റപ്പെട്ട ആ സഹോദരൻ ഏകദേശം 1 വർഷമാകുന്നു നവയുഗം സാംസ്കാരിക വേദിയുടെ ജീവകാരുണ്യ വിഭാഗം കോബാർ ഘടകത്തിൻ്റെ തലവനായ ഷിബുകുമാർ ആൽ സാക്ഷാൽ രാജ്കുമാർ സാറിൻ്റെ അടുത്തെത്തി അവിടുത്തെ ചികിത്സ കൊണ്ട് ഇപ്പോൾ ജീവൻ നിലനിൽക്കുന്ന ഒരാൾ. വളരെ നാളത്തെ അത്യപൂർവമായ ഒരു പക്ഷേ സാധാരണ മനുഷ്യർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്തത്രയും ത്യാഗങ്ങൾ അനുഭവിച്ച്
ഇന്ന് ആ പാസ്പോർട്ടും ടിക്കറ്റും കൊടുക്കാവുന്ന ഒരവസ്ഥയിലെത്തിക്കിരിക്കുന്നു. തൃശ്ശൂർ സ്വദേശിയായ നമ്മുടെ പ്രിയ സഹോദരൻ രാജേഷിന് പാസ്പോർട്ടും ടിക്കറ്റും നമ്മുടെ വിശിഷ്ട അതിഥിയായ സഖാവ് VS സുനിൽകുമാർ നൽകുന്ന രംഗമാണ് അടുത്തത്. ഏകദേശം 2 ലക്ഷത്തോളം റിയാൽ ചെലവായ ബില്ലിൽ നിന്ന് രാജ്കുമാർ സാറിൻ്റെ സൗമനസ്യത്തോടുകൂടി 75,000 രൂപ ബില്ലടച്ച് ഇത്രയും നാൾ പോറ്റിയത് ഒരുപക്ഷെ ഷാജിയാണ്. എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ആ സഹോദരനോടുള്ള ആദരസൂചകമായി നിങ്ങൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. അടുത്തതായിട്ട് ഇവിടെ നടന്ന കലാപരിപാടികളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കൊച്ചു കലാകാരന്മാർക്കും കലാകാരികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ്. അതിൻ്റെ പേരുവിവരവും മറ്റും അവതരിപ്പിക്കുവാൻ വേണ്ടി കുടുംബവേദിയുടെ കോബാർ മേഖലാ കമ്മിറ്റിയുടെ ജോയിൻറ്റ് സെക്രട്ടറി സഖാവ് പ്രതിഭ പ്രിജിയെ ക്ഷണിക്കുന്നു. നമസ്കാരം. വിശിഷ്ട അതിഥികളെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനപ്പെട്ട അതിഥികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ പരിപാടിയിൽ വന്ന് സഹകരിച്ച കുരുന്ന പ്രതിഭകൾക്കുള്ള ഒരു ചെറിയ നവയുഗം സാംസ്കാരിക വേദിയുടെ ഒരു ചെറിയ ഉപഹാരം നൽകാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ അവരുടെ പേരുകൾ വിളിക്കാം. ദയവായി അവർ സ്റ്റേജിലേക്ക് കടന്നു വരണമെന്ന് അപേക്ഷിക്കുന്നു. ആഞ്ചലിൻ മറിയ അനുരാഗ്, അവന്തിക അനീഷ്, അനീഷ, ആർച്ചി പ്രദീപ്, ആൻ മറിയ അനുരാഗ്, സോണിയ നവീൻ, അതുല്യ മോഹൻ, സാനിയ മേരി ഫിലിപ്പ്, രേവതി ബിനു, ഐശ്വര്യ നായർ, ഗീതിക ഗണേഷ്, അടുത്തതായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കേരളത്തിൽ നിന്നും ഇവിടെ എത്തിയ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സഖാവ് സുനിൽകുമാറിനുള്ള ഉപഹാരം നവയുഗം കോബാർഗ് മേഖലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് അരുൺ ചാത്തന്നൂർ നൽകുന്നു. ഈ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഈ പ്രസിഡന്റിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. പ്രോഗ്രാം കമ്മിറ്റിയുടെ നന്ദി അറിയിക്കുവാൻ വേണ്ടി സഖാവ് ബെൻസി മോഹനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട നവയുഗം കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഞാനിവിടെ പ്രസംഗിക്കാൻ കയറുമ്പോൾ ആദ്യം എല്ലാവരുടെ മനസ്സിലെത്തുന്നത് ദൈവമേ ഇവ എത്ര നേരം കത്തിവെക്കുമെന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എനിക്കതിന് താല്പര്യമില്ല. വേറൊന്നും കൊണ്ടല്ല, ഇങ്ങോട്ട് വരുന്ന നേരത്ത് എൻ്റെ ഭാര്യയും പറഞ്ഞു അവിടെ കയറിയാൽ 2 മിനിറ്റകം തിരിച്ചു വന്നോണം, ഇല്ലേ ശരിയായി കളയുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം നിർപ്പിക്കുന്നില്ല. എന്നിൽ വന്നിരിക്കുന്ന ഉത്തരവാദിത്വം ഇത്ര മാത്രമാണ് ഈ ചടങ്ങിന് കൃതജ്ഞത പറയുക എന്നത്. ആദ്യമായിട്ട് കൃതജ്ഞത പറയാനുള്ളത് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായ നവയുഗം സാംസ്കാരിക വേദിയുടെ ആക്ടിംഗ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സഖാവ് വാഹിദിനാണ്. അതിന് ഈ ചടങ്ങിൻ്റെ പേരിലും നവയുഗം സാംസ്കാരിക വേദിയുടെ പേരിലും നമ്മൾക്ക് ഓരോരുത്തരുടെയും പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഏറ്റവും അധികം നന്ദി രേഖപ്പെടുത്തേണ്ടത് ഇത്രയും കടൽ കടന്ന് ഇത്രയും ദൂരം കടന്ന് നമ്മെ തേടി വന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഇന്നത്തെ യുവ കേരളത്തിൻ്റെ അഭിമാനമായ സഖാവ് VS സുനിൽകുമാറിനാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു നന്ദി രേഖപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹം നമ്മളിൽ ഒരാളാണ് അദ്ദേഹം. എങ്കിലും ഒരു ഔപചാരികതയുടെ പേരിൽ അദ്ദേഹത്തിന് ഞാൻ നവയുഗത്തിൻ്റെ പേരിലും ഈ ചടങ്ങിൻ്റെ പേരിലും നമ്മൾ ഓരോരുത്തരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ മറ്റുള്ള ഈ സദസ്സിലിരിക്കുന്ന വേദിയിലുള്ള മറ്റുള്ള എല്ലാവരുടെയും പേരെടുത്ത് നന്ദി പറഞ്ഞ് സമയം നീട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ഇതിൽ പങ്കെടുത്ത എല്ലാ നവയുഗത്തിൻ്റെ നേതാക്കന്മാർക്കും നവോദയ അടക്കമുള്ള മറ്റു സംഘടനകളിലെ നേതാക്കന്മാർക്കും
ഇവിടെ വന്ന മാധ്യമ പ്രവർത്തകർക്കും അതുപോലെ തന്നെ ഇന്ന് ഇവിടെ അവാർഡ് വാങ്ങാൻ വന്ന അവാർഡ് ജേതാക്കൾക്കും എല്ലാവർക്കും ഈ ചടങ്ങിൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുമാത്രമല്ല, ഈ ചടങ്ങ് ഇത്രയും വിജയമാക്കാനും ഇവിടെ കലാപരിപാടികൾ വിജയകരമായി കോർഡിനേറ്റ് ചെയ്തതും ഒരാളാണ് പ്രിജി കൊല്ലം. അദ്ദേഹത്തിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ചടങ്ങ് വിജയിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്ത നവയുഗത്തിലെ ഓരോ പ്രവർത്തകനും, അതിൽ ഒരാളെന്ന നിലയിൽ വ്യക്തിപരമായും മറ്റ് നവയുഗത്തിൻ്റെ പേരിലും എല്ലാവരുടെയും കൂട്ടായ പരിശ്രമമാണ് ഈ ചടങ്ങിൻ്റെ വിജയം. അവർക്കെല്ലാവർക്കും നന്ദി പറയുകയാണ്. ഈ വെള്ളിയാഴ്ച ഈ വൈകിയ വേളയിലും ഇവിടെ വന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുകയാണ്. ഈ പരിപാടി ഇത്രയും വിജയമാക്കാൻ നമ്മളെ സാമ്പത്തികമായി സഹായിച്ച നമ്മുടെ സ്പോൺസർമാർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഒരു കാര്യം മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ദയവേത് എല്ലാവരും പോകരുത്. ഇത് കഴിഞ്ഞാലും നല്ല മികച്ച കലാപരിപാടികളുണ്ട്. നിങ്ങളെ കൂടെ ചിരിപ്പിക്കുന്ന ഒരു നാടകമുണ്ട്, ഡാൻസ് ഉണ്ട്, കുറച്ച് മത്സരങ്ങളുണ്ട്, പിന്നെ നമ്മുടെ നറുക്കെടുപ്പുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടേ പോകാവൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇനിയും നമ്മളോടൊപ്പം ഈ സഹകരണം തുടരണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം. കലാപരിപാടികൾ തുടരുന്നതിന് വേണ്ടി ഈ സാംസ്കാരിക സമ്മേളനം താൽക്കാലികമായിട്ട് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ചെറിയൊരു ഇടവേളയിൽ നമുക്കൊരു ഹാസ്യ പരിപാടി കണ്ടാലോ? ഓക്കെ, നമുക്ക് ശ്രീ ജെയ്സനെ വിളിക്കാം അതിനായിട്ട്. നമ്മുടെ കേരളത്തിൻ്റെ കൊച്ചു നഗരം, സംസ്ഥാനം, എന്തു വേണമെങ്കിലും നമുക്ക് പറയാം. ആ പുണ്യഭൂമിയിൽ നിന്ന് നമുക്കിവിടെ എത്തിയ നമ്മുടെ VS സുനിൽകുമാർ അവരുകളെ MLA, എൻ്റെ ഇളയ കലാകാരൻ എന്ന നിലയ്ക്ക് ഞാൻ നന്ദിയോടെ നമസ്കരിക്കുന്നു. ഞാൻ എൻ്റെ കൊച്ചു പ്രോഗ്രാമിലേക്ക് അടക്കുകയാണ്. ഒരു മിംസ് ഗ്രൂപ്പിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ പിടിച്ചു പറ്റുകയാണ്. ആദ്യം തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി ഈ മിംസ് ഗ്രൂപ്പിൽ പഠിക്കാൻ വന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. കേരള കുത്ത് പറയാറുണ്ട്, പല വിഷയങ്ങളും എനിക്കറിയാം. കേരളം കുട്ടിച്ചോറായിരിക്കുകയാണ്. അത് എൻ്റെ കഴിവല്ല, എൻ്റെ കൂടെ ഭരിക്കുന്നവരുടെ കഴിവാണ്. ഇതുപോലെ തന്നെ എൻ്റെ ഗുരുനാഥനായ ശ്രീ മാളാരുന്ദനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മലയാള സിനിമയിലെ ശ്രീ പ്രേമ നസീർ, നിത്യഹരിനായകൻ. മണ്ടിപ്പെണ്ണെ ഒന്ന് ചിരിക്കൂ. അങ്ങനെയല്ല, ഇങ്ങനെ ശ്രീ സലീം കുമാർ. എന്താ പൊങ്ങുന്നത്? അത് എല്ലാവരും പറഞ്ഞത് എനിക്ക് കൊടുക്കത്തെ ഗ്ലാമർ വന്ന്. സത്യം പറഞ്ഞ എനിക്ക് കൊടുത്തത് ഗ്ലാമറില്ലട്ടാ, ഞാൻ വക്കീലായി പോയില്ലേ. ശ്രീ ലാൽ പന്ത് നീ കൊടുക്കത്തെ ഗ്ലാമറാണ്. എന്തായാലും അതുപോലെ ചിരിക്കണ ചങ്ക് പൊട്ടിട്ട പോട്ട. പിന്നീട് എത്തുന്നത് നമ്മുടെ എല്ലാവരെയും സ്നേഹനിധിയായ ബൈജു. ഒന്ന് പൊന്ന് ചേച്ചി, ആ ചേച്ചി ചിരിക്കണ ചിരി കണ്ട അതുപോലെ തന്നെ. അങ്ങനെയല്ല ചിരിത് ഇങ്ങനെ. ശ്രീ മമ്മൂട്ടി ഒരു ചെറിയ ഡയലോഗിലൂടെ നമ്മുടെ മുമ്പിലെത്തി അങ്ങനെ എടുക്കാം. മെസ്സി അല്ല, ഡെയ്സി എൻ്റെ അമ്മയായിരുന്നു, എൻ്റെ പെങ്ങളായിരുന്നു, എൻ്റെ എല്ലാമായിരുന്നു, എല്ലാം. പിന്നീട് ശ്രീ കലാഭവൻ മണി, നമ്മുടെ മനസ്സുകളെ കീഴടക്കിയ കലാഭവൻ മണി. വാസന്തി ലക്ഷ്മി എന്ന ആ വലിയ ഒരു സീൻ നമ്മുടെ മനസ്സിൽ കയറിപ്പറ്റിയ ഒരു സീൻ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ് എൻ്റെ ഭാവത്തിൽ. വസന്തി കൊച്ചേട്ടൻ പാവാ. വസന്തി നിന്റെ കൊച്ചേട്ടൻ പാവാണ്, സമാധാനം പാവാ. നിന്റെ തോമാസാറ് പാവാ, തോമാസാറ് പാവാ, നിന്റെ തോമാസാറ് പാവാടി.
സാറും വാ. ഇത് നമ്മുടെ പുണ്യഭൂമിയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ 3 മതക്കാരെ നമ്മൾ ഇവിടെ ഈ പുണ്യഭൂമിയിൽ കാണിക്കുകയാണ്. 3 പേരെ. ആദ്യം തന്നെ വൈദികൻ. പ്രിയപ്പെട്ട കുഞ്ഞാട്ടുകളെ, ഞാൻ കടന്നു വരുമ്പോഴുള്ള എൻ്റെ മനസ്സിലെ പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകള്, ചങ്കിടിപ്പ്, സത്യം പറഞ്ഞാൽ നമ്മുടെ കൺട്രോൾ മാതാവ് പ്രാർത്ഥിക്കുകയാണ്, വിഷയങ്ങള് പങ്കെടുക്കുകയാണ്. ഒരു നമ്പൂതിരിയാണെങ്കിൽ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഹൈ, എന്താണ് നോക്കാണ്ടിരിക്കണു? വേളി തരായിട്ടില്ല. ഐ, ആ ചേച്ചി ചിരിക്കണ കണ്ട. ഓ, നമുക്ക് സൈക്കിളില്ല. ഐ, ആ ചേട്ടൻ ചിരിക്കണ്. ഓ, അയ്യ. ഒരു മുസ്ലിം കഥാപാത്രമായി ഒരു നമ്മുടെ പള്ളിയിലെ ഉസ്താദ് വരാൻ. അല്ല പച്ചോനെ, ഞമ്മക്ക് വെറുതെ ഇഷ്ടായിട്ടാ. എല്ലാവരും എന്നെ നോക്കി ചിരിക്കുക. പക്ഷെ ഞമ്മക്കൊരു ഗ്ലാമറില്ല. പക്ഷെ ഇത് ഈ ഗ്ലാമറിലേ പഠിച്ചോയാ ദൈവമേ. ഇത്ര നേരം എൻ്റെ ഈ കൊച്ചു കണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും എന്നെ ഇവിടെ വിളിച്ച പ്രദീപ് കൊല്ലത്തിന് എൻ്റെ സ്നേഹം നിറ നന്ദി എല്ലാവർക്കും. അടുത്തതായി ഒരു കഥക് പെർഫോമൻസുമായി വേദിയിലെത്തുന്നു രേവതി സന്തോഷ് ആൻഡ് അശ്വതി സന്തോഷ്. ഹാർദമായ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. मेरे ढोल ना सुन, मेरे प्यार की धुन, मेरे ढोल ना सुन. मेरे ढोल ना सुन, मेरे प्यार की धुन, मेरे ढोल ना सुन, मेरी चाहते तो फिजा में बहेगी, जिंदा रहेगी होके फना. मेरे ढोल ना सुन, मेरे प्यार की धुन, मेरे ढोल ना. साथी रे मर के भी तुझको जाएगा दिल, तुझे ही बेचैनियों में आएगा दिल. साथी रे मर के भी तुझको जाएगा दिल, तुझे ही बेचैनियों में आएगा दिल. मेरे गीतों के साए में तेरी राहतों की खुशबू है, तेरे बगैर क्या जीना. मेरे रोम रोम में तू है, मेरी चूड़ियों की खन खन से तेरी सदाएं आती है. ये दूरियां हमेशा ही नजदीक हम बुलाती है. మదని
മദനി മദനി മദനിസ 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 സനിധമ 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 मेरे ढोलना सुन मेरे प्यार की धुन मेरे निगाहों में ख्वाहिश तेरी ही सजती है मेरे ख्याल में हर पल तेरे ख्याल शामिल है लम्हे जुदाइयों वाले मुश्किल बड़े ही मुश्किल हैं निजा 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 धनी 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 बड़ा 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 गम बड़ा निजा बनी निजा बनी निजा बनी निजा बनी निजा गम बड़ा निजा बड़ा निजा बड़ा निजा गम बड़ा निजा बड़ा निजा बड़ा निजा गम बड़ा निजा बड़ा बड़ा गम निजा बनी बनी सा गम ग सा गम बड़ा बड़ा निजा गम बड़ा निजा बड़ा गम गरे सनी सनी सा गम ग सा गम ग बड़ा निजा मेरे ढोलना सुन मेरे प्यार की धुन मेरे ढोलना ഒരു അതിമനോഹരമായ പെർഫോമൻസ് കാഴ്ചവെച്ചതിന് അശ്വതി സന്തോഷ് ആൻഡ് രേവതി സന്തോഷിനോട് താങ്ക് യു പറയുന്നു. ഷെഹൻ ഡാസ്ലേഴ്സ് ചിട്ടപ്പെടുത്തിയ ഒരു ഇമോഷണൽ നൃത്തവുമായി വേദിയിൽ അവതരിപ്പിക്കുന്നു ഗോകുൽ ഗുണശീലൻ. നമ്മുടെ പ്രിയങ്കരിയായിരുന്ന നമ്മെ വിട്ടുപിരിഞ്ഞ സഖാവ് സഫിയ അജിത്തിന്റെ സ്മരണയ്ക്ക് മുന്നിൽ കണ്ണീർ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇത് നിങ്ങൾക്കായി. எனக்காரு அம்மா தேடி பார்த்தேனே காணோம் ஒன்ன கண்ணாமூச்சிய வாணி வெல்ல தாயே உயிர் பிரிந்தாயே என்ன தனியே தவிக்க விட்டாயே என்று நீ பாடும் பாட்டுக்கு நான் தூங்க வேணும் நான் பாடும் பாட்டுக்கு தாயே நீ உன் கண்கள் திறந்தாலே போதும் அம்மா அம்மா நீ எங்க அம்மா உன்னை விட்டா எனக்காரு அம்மா அழகு ஏன் ராசா அழற அம்மாவை காணும்னா அழத ராசா அதான் அம்மா வந்துட்டல அழ
அழாதம்மா. அழக்கூடாது. சொல்லல. நான் எங்க போயிட்டேன்? உன் கூடவே தான் இருக்கேன். பாரு, இன்னும் நீ அழுதுகிட்டே இருக்க. அம்மா. அம்மா. நான் தூங்கும் முன்னே நீ தூங்கி போனாய் தாயே, என் மேல் உனக்கென்ன கோபம்? கண்ணான கண்ணே, என் தெய்வ பெண்ணே, கண்ணில் தூசி நீ ஊத வேண்டும். ஐயோ, ஏன் இந்த சாபம் எல்லாம் என்றோ நான் செய்த பாவம். பகலும் இரவாகி பயமானதே அம்மா, விளக்குன் துணையின்றி இருளானதே, உயிரின் ஒரு பாதி பறிபோனதே அம்மா, தனிமை நிலையானதே. அம்மா அம்மா நீ எந்த அம்மா, உன்னை விட்டா எனக்கு அம்மா. 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 தாய் இல்லை என்றால் நான் இங்கு இல்லை. தாயே, முகம் காணும் உலகம் எங்கே? தாங்காத சோகம் இது, இனி நீங்காத நாளில்லையே. ഒരു ഇമോഷണലായ പെർഫോമൻസ് സഫിയ ചേച്ചീനെ നമുക്ക് ഓർമ്മ പുതുക്കാനായി സൃഷ്ടിച്ച ഒരു പെർഫോമൻസ് ആയിരുന്നു അത്. താങ്ക് യു ഗോകുൽ. ശൈവം എന്ന തമിഴ് ചലച്ചിത്രത്തിലെ അഴകേ അഴകേ എന്ന് തുടങ്ങുന്ന അവാർഡ് വിന്നിംഗ് സോങ്ങുമായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നു കുഞ്ഞു ഗായിക ലക്ഷ്മി രാജകുമാരൻ. எல்லாம் அழகே
பதில் பொருளில்லையே நடந்ததை நான் எண்ணினால் அதை விட உயிரில்லையே கோவில் வீசும் வாசம் என்ன அழகு அதையும் தாண்டி வீசும் நாம் பேசரும் அழகு கமதனிசா திரிசா கமதனிசா கரிசா அழகே அழகே எதவும் அழகே அன்பின் வெளியில் எல்லாம் அழகே மழை மட்டும் அழகு சுடுபிரியும் கூட ஒரு அழகு மலர் மட்டும் அழகு விடும் பிழை கூட ஒரு அழகு புன்னகில் பேசிடும் பார்வைகள் அழகு வார்த்தைகள் தீர்க்கையின் மௌனங்கள் அழகு நன்மைக்கு சொல்லிடும் பொய்களும் அழகு உன்மேல் அதுதான் பேயாய் அழகு கமதனிசா திரிசா கமதனிசா கரிசா താങ്ക് യു താങ്ക് യു മോളു. റോജ എന്ന ചിത്രത്തിലെ കാതൽ റോജാവേ എന്ന തമിഴ് ഗാനവുമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നു രാജേഷ് ആൻഡ് വിപിൻ. காதல் ரோஜாவே எங்கே நீ எங்கே கண்ணீர் வழியுதடி கண்ணே காதல் ரோஜாவே எங்கே நீ எங்கே கண்ணீர் வழியுதடி கண்ணே கண்ணுக்குள் நீதான் கண்ணீரில் நீதான் கண்மூடி பார்த்தால் நெஞ்சுக்குள் நீதான் என்னானதோ ஏதானதோ சொல் சொல் காதல் ரோஜாவே எங்கே நீ எங்கே கண்ணீர் வழியுதடி கண்ணே தென்றல் என்னை தீண்டினான் சேலை தீண்டும் ஞாபகம் சின்ன பூக்கள் பார்வை தேகம் பார்த்த ஞாபகம் வெள்ளியோடு சேரினால் சொன்ன வார்த்தை ஞாபகம் மேகம் ரெண்டும் சேர்கையில் மோகம் கொண்ட ஞாபகம் வாயில்லாமல் போனா வார்த்தை இல்ல கண்ணே நீ இல்லாமல் போனா வாழ்க்கை இல்ல கண்ணே முள்ளோடுதான் முத்தங்களால் சொல் 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 காதல் ரோஜாவை எங்கே நீ எங்கே கண்ணீர் வழியுதடி கண்ணே கண்ணுக்குள் நீதான் கண்ணீரில் நீதான் கண்மூடி பார்த்தா நெஞ்சுக்குள் நீதான் என்னானதோ ஏதானதோ சொல் சொல் சொல்
வெண்ணிலா வேலையில்லை என்று போல் பேசுகின்ற வெண்ணிலா பெண்மை இல்லை ஓய்ந்து போல் பூ வளர்த்த தோட்டமே கூந்தல் இல்லை தேண்டு போல் பூமி பார்க்கும் வானமே உள்ளில்லாத தேண்டு போல் பாவை என்ன பாவை தேவை என்ன தேவை ஜீவன் போன பின்னே சேவை என்ன சேவை முள்ளோடு முத்தங்களால் சொல் 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 காதல் ரோஜாவே எங்கே நீ எண்ணி கண்ணீர் வழியுதடி கண்ணே கண்ணுக்குள் நீதான் கண்ணீரில் நீதான் கண்மூடி பார்த்தா நெஞ்சுக்குள் நீதான் என்னானதோ ஏதானதோ சொல் சொல் சொல். താങ്ക് യു വിപിൻ ആൻഡ് രാജേഷ്. അൻവർ എന്ന ചിത്രത്തിലെ കിഴക്കു പൂക്കും എന്ന് തുടങ്ങുന്ന ഗാനവുമായി വേദിയിലെത്തുന്നു അലീന കലാം. സ്നേഹപൂർവ്വം ഈ കുഞ്ഞു കലാകാരിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം.